അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ തിരുവചനം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പ്രഭാതത്തിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലും ഒരുമിച്ച് ഈ ദൈവ ശബ്ദവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുവാൻ സർവശക്തനായ ദൈവം അനുവദിച്ച വലിയ കൃപയോർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ, ഈ പ്രഭാതവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ. നമ്മൾ വായിച്ച വേദഭാഗം അവൻ ഇപ്രകാരം നമ്മൾ വായിച്ചു: അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവ് പറയുന്നു, അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു. പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട് കർത്താവിൻ്റെ അടുത്ത്, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ഒരു മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ഒരു വിടുതൽ ലഭിക്കാതിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പലരോടും പറയാറുണ്ട്. പലരും എൻ്റെ അടുക്കൽ കടന്നു വന്ന് പറയാറുണ്ട്, അയ്യോ പാസ്റ്ററേ, കർത്താവ് പോലും എൻ്റെ വിഷയത്തെ അല്ലെങ്കിൽ എന്നെ കൈവിട്ട് കളയുന്നല്ലോ, എന്നെ മറന്നുപോയല്ലോ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു മറുപടി തരുന്നില്ലല്ലോ എന്ന് ഓർത്ത് പലരും ഭാരത്തോടെ കണ്ണുനീരുകളോടെ എൻ്റെ അടുക്കൽ കടന്നു വന്ന് പലപ്പോഴും പലരുടെ വിഷയങ്ങൾ പറയാറുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ വായിച്ച വചനം പ്രകാരം അല്പം നേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇപ്പോൾ ഈ ഉപേക്ഷ അനുഭവിക്കുന്ന ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, ഇന്ന് പകൽക്കാലം നിൻ്റെ പ്രാർത്ഥനയ്ക്ക്, നിങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, അല്പനേരത്തേക്കാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഈ ചില ദിവസങ്ങളിലേക്കാണ്, ചില മണിക്കൂറുകളിലേക്കാണ് അത് മാറി നിൽക്കുന്നത്. വചനം പിന്നെ എങ്കിലും, പ്രൈസ് ദി ലോർഡ്, അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിങ്ങൾ ഉപേക്ഷിച്ചു, എങ്കിലും വചനം പറയുന്നു മഹാകരുണയോടെ. അപ്പോൾ അവൻ എന്താ കാരണം, ഉപേക്ഷിക്കാൻ കാരണം എന്താ? അവൻ പ്രൈസ് ദി, പലപ്പോഴും നമ്മുടെ ജീവിതത്തെ കുറവുകളായിരിക്കാം, പ്രൈസ് ദി, നമ്മുടെ ജീവിതത്തെ പാപങ്ങളായിരിക്കാം, നമ്മുടെ ജീവിതത്തിനകത്തെ ബലഹീനതകളായിരിക്കാം, പലപ്പോഴും ദൈവവും നമ്മളും തമ്മിലുള്ള അകൽച്ചയായിരിക്കാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ഉപേക്ഷിക്കുവാണ് കാരണം. വചനം പറയുന്നു എങ്കിലും ഒന്ന്, ഹല്ലേലൂയ, മടങ്ങി നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, എങ്കിൽ ദൈവസന്നിധിയിലേക്ക് നമ്മൾ പഴയതുപോലെ ആകുവാൻ, പഴയ സ്നേഹത്തിലേക്കൊന്ന് മടങ്ങി വരുവാൻ തയ്യാറാണെങ്കിൽ, സ്തോത്രം, കരുണ കാണിക്കുന്ന ദൈവം, ഹല്ലേലൂയ, മഹാകരുണയോടെ വചനപ്പെടുന്ന ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. പകൽക്കാൻ ഞാൻ പറയട്ടെ, പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കാത്തത്. ഹല്ലേലൂയ. നമുക്ക് തോന്നും നമ്മുടെ ജീവിതം ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ടു, നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു, നല്ല വിടുതലുകളുണ്ട്, നല്ല സന്തോഷമുണ്ട്, നല്ല സമാധാനമുണ്ട്. അങ്ങനെ ഒരു തരത്തിൽ മുൻപോട്ട് പോകുമ്പോൾ പലപ്പോഴും നമ്മൾ കർത്താവിനെ ഉപേക്ഷിച്ച് മാറിക്കളയുന്നു, പലപ്പോഴും നമ്മൾ ദൈവസന്നിധി വിട്ട് അകന്നു പോകുന്നു, പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ കുറവുകൾ വരുന്നു, പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തെ മറന്ന് പല വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. പകൽക്കാലം ഞാൻ പറയുന്നു, ദൈവം, ഹല്ലേലൂയ, അതിനകത്ത് മഹാകരുണ കാണിച്ച് നിന്നെ ചേർത്തുകൊള്ളാനിടയായി. ഈ പ്രഭാതത്തിൽ ഈ ദൈവശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ ചേർത്തുകൊള്ളാൻ പോകുക. ഹല്ലേലൂയ. നീ ദൈവത്തെ സ്നേഹിക്കുവാൻ തയ്യാറാണോ? ഇന്ന് പകൽ അവൻ മഹാകരുണയോടെ നിന്നെ ചേർത്തുകൊള്ളുവാൻ അവൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ഈ ദൈവശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കരയുന്നുണ്ടെങ്കിൽ, ദൈവം പോലും എന്നെ അറിയുന്നില്ലല്ലോ, ദൈവം പോലും എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നില്ലല്ലോ, ദൈവം പോലും എന്നെ കൈവിട്ട് കളഞ്ഞല്ലോ എന്ന സ്തോത്രം ആരെങ്കിലും കടനീരോടുകൂടെ ഈ ദൈവശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് മടങ്ങി വാ. പെറുപിറുക്കുവാനല്ല, അകന്നു പോകുവാനല്ല, ദൈവം എന്നെ കൈവിട്ടല്ലോ എന്ന് പറഞ്ഞ് മാറിപ്പോകുവാൻ പോകുവാനല്ല, ഇന്ന് പകൽക്കാലം ഒന്ന് മടങ്ങി വരുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ എൻ്റെ ദൈവം നിങ്ങൾ മഹാകരുണയോടെ തൻ്റെ മാർവോട് ചേർത്ത് അണയ്ക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം മഹാകരുണയുള്ള ദൈവമാണ്. നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്, നമുക്ക് വേണ്ടി വിടുതലുകളെ പ്രവർത്തിക്കുന്നവനാണ്. അവൻ്റെ കയ്യിൽ ഒന്നിനും ഒരു കുറവില്ല. ഹല്ലേലൂയ. സകലത്തെയും വഴി നടത്തുവാൻ സർവശക്തനായ ദൈവം ഇന്ന് പ്രഭാതത്തിൽ നമ്മോട് കൂടെയുണ്ട്. ഇന്ന് പകൽക്കാലം കർത്താവ്
നമ്മെ അതിനുവേണ്ടി സഹായിക്കാൻ പോകുക, അതിനുവേണ്ടി നമ്മെ ഒരുക്കുവാൻ പോകുക. ഇന്ന് പകൽക്കാലം മഹാകരുണയുള്ള ദൈവം സർവശക്തനായി നമ്മുടെ വിഷയത്തിനകത്ത് വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. അവൻ ഈ ഉപേക്ഷ അവൻ്റെ അല്പസമയത്തേക്കുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മുടെ മേൽ അത് മഹാകരുണയോടെ ജ്വലിക്കാൻ പോകുക. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്കൊരുമിച്ച് ഈ ദൈവശബ്ദത്തെ പങ്കിടുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ദൈവശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കർത്താവ് വിശ്വാസി കുടുംബങ്ങളെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണമേ. ഈ വചനങ്ങൾ കർത്താവ് ആരുടെയൊക്കെ കാതുകളിൽ എത്തിച്ചേരുന്നോ, ആരൊക്കെ കർത്താവ് കണ്ണുനീരുകളുടെ നടുവിലായിരിക്കുന്നോ, ആരൊക്കെ കർത്താവ് വിഷയങ്ങളുടെ നടുവിലായിരിക്കുന്നുണ്ടോ, ആരൊക്കെ കർത്താവേ നമ്മൾ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥകളിൽ അനുഭവിക്കുന്നുണ്ടോ, ഇന്ന് രാത്രി ദൈവം വിടുവിക്കണമേ, ദൈവം ഒരു സൗഖ്യമാക്കണമേ. കർത്താവിൻ്റെ കൃപ അവരുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ. പരിശുദ്ധൻ്റെ കരങ്ങളിലേക്ക് ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കൃപയോട് കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.